Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ്. റേഡിയോ മലയാളം 98.6 കൂടെയുണ്ട് ഞാൻ, നിങ്ങളുടെ സ്വന്തം RJ തുഷാര. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ആളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് റീസെന്റ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ചധികം പാട്ടുകളിലൊന്ന്, അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ്. ആദ്യം ആ പാട്ടിന്റെ ഒരു 2 വരി പാടി തുടങ്ങിയാലോ? ഡെഫിനറ്റ്ലി പാടി തുടങ്ങാമല്ലോ. അതൊരു എന്താ പറയാ, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഞാൻ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല തുടങ്ങാമെന്ന് വിചാരിച്ചത്. ശരി, എല്ലാം കൊഞ്ചം ഡിഫറെന്റ്. ഓക്കെ, ആയിക്കോട്ടെ, നോ വറീസ്. മനസ്സിനു മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല, വി ആർ ഫ്രണ്ട്സ്. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും, വി ആർ ഫ്രണ്ട്സ്. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ, ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം, ഓ മൈ ഫ്രണ്ട്, നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. അജയ്, ശ്യാമ, സത്യൻ, വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. Thank you so much തുഷാര. സുഖമായിട്ടിരിക്കുന്നു. ഐ വോണ്ട് ടു നോ യുവർ വിശേഷം ഉള്ളി. കാരണം എനിക്കൊന്ന് ഇപ്പോഴും ഈ ഒരു പാട്ട് ഇസ് ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ഷിപ്പ് ആന്തം നമുക്ക് സമ്മാനിച്ചതിന് താങ്ക് യു സോ മച്ച്. ഫേഴ്സ്ലി ഇപ്പോഴും നമ്മൾ ലൂപ്പിലിട്ട് കേൾക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് ഡേ വന്നു കഴിഞ്ഞാൽ ഉടനെ ഏത് പാട്ട് സെർച്ച് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഈ പാട്ട് ഇട്ട് കളയാം. റീൽസിലായാലും സ്റ്റോറീസ് ആയാലും അങ്ങനെ നമ്മൾ ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പാട്ട് സമ്മാനിച്ചിട്ടുള്ള താങ്കൾക്ക് താങ്ക് യു സോ മച്ച് ഫേഴ്സ്ലി for that. So glad to hear that. And എനിക്ക് തോന്നുന്നു ഈ പാട്ട് എന്നെ പാടാൻ വിളിച്ച ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ മിക്കി ജെ മേയർ, പിന്നെ ഇവിടുത്തെ മ്യൂസിക് കോർഡിനേറ്റർ അജിത് ആൻഡ് കാദർ ഹസൻ, ദ പ്രൊഡ്യൂസർ who used to bring this Telugu films to Kerala. Correct. അപ്പൊ അവർക്കാണ് എന്റെ ഒരു ഹാർട്ട് ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ്, ബിക്കോസ് അവരില്ലെങ്കിൽ ഈ ഒരു പാട്ട് എനിക്ക് കിട്ടില്ലായിരുന്നു. ഓ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ പാടി നടക്കുന്ന ഈ ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഈ ഒരു സിംഗർ കുറേയധികം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ലെറ്റ് മീ ആസ്ക് യു, 18 വർഷങ്ങൾ കഴിഞ്ഞു ഈ ഒരു സിനിമ, ഈ ഒരു പാട്ടൊക്കെ റിലീസായിട്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ഈ ഒരു പാട്ട് ഇസ് വെരി 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 സ്പെഷ്യൽ ടു ഓൾ ഓഫ് അസ്. പക്ഷെ ഈ പാട്ട് പാടുന്നതിന്റെ ആ ഒരു റെക്കോർഡിങ്ങിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് വിളിച്ച സമയത്ത് ഞാൻ വരുന്നില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞ ഒരു കഥ. വാട്ട് വാസ് ദാറ്റ് ലൈക്ക്? ഞാൻ അന്ന് പോയില്ലായിരുന്നെങ്കിൽ എപ്പോഴേലും ആലോചിക്കാറുണ്ടോ? ഓ യെസ്, ഡെഫിനറ്റ്ലി ആലോചിക്കാറുണ്ട്. ഞാൻ പോയിട്ടില്ലെങ്കിൽ ഇറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് മിസ് ഓഫ് മൈ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മള് ആ സമയത്ത് തെലുഗു ഫിലിംസ് കുറെ പാടുമായിരുന്നു. സോ വൺ ഓഫ് ദ പ്രൊജക്ട്സ് എന്ന രീതിയിലായിരുന്നു ഞാനും വിചാരിച്ചത്. ഐ വാസ് നോട്ട് ഫ്രീ അറ്റ് ദാറ്റ് ടൈം ആൻഡ് ഐ ഹാഡ് ടു കൈൻഡ് ഓഫ് പുഷ് എ ലോട്ട് ഓഫ് അതർ തിങ്സ് ഇഫ് ഐ ഹാഡ് ടു ഗോ ഫോർ ദിസ് റെക്കോർഡിംഗ്. സോ അങ്ങനെ വന്നപ്പോഴാണ് ഓക്കെ ഐ വിൽ ജസ്റ്റ് സ്കിപ്പ് ദിസ് റെക്കോർഡിംഗ് എന്നുള്ളൊരു തോട്ടിലായിരുന്നു. ബട്ട് ദെൻ സംഹൗ ഐ വെന്റ്, ഐ റെക്കോർഡഡ് ദ സോങ്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഐ ഡിഡ്ന്റ് തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബിക്കം സച്ച് എ ഹിറ്റ്. എന്താ വെച്ചാൽ ഞാനും ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പെട്ടെന്ന് അത് പാടി തീർത്തിട്ട് തിരിച്ച് എന്റെ പണികൾക്ക് പോവാന്നുള്ളൊരു ഇതിലായിരുന്നു. സോ ഇറ്റ് വാസ് ലൈക്ക് എ മിറക്കിൾ. എന്താ വെച്ചാ ആ തെലുഗു മൂവി തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാര്, ഹാപ്പി ഡേയ്സ് ഫിലിം, ലൈക്ക് ഈവൻ മലയാളീസ് ലവ് ദാറ്റ് ഫിലിം എ ലോട്ട്. ഇറ്റ് വാസ് സോ റിലേറ്റബിൾ. ആൻഡ് അതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പാട്ട് വന്നപ്പോ പീപ്പിൾ കൈൻഡ് ഓഫ് സെലിബ്രേറ്റഡ്, എസ്പെഷ്യലി യൂത്ത്, യങ്സ്റ്റേഴ്സ്. ആൻഡ് ഐ ഗെസ് എല്ലാ ഫെയർവെൽ ഫംഗ്ഷനും പിന്നെ ഈ പറയുന്ന സെൻഡ് ഓഫും അങ്ങനത്തെ, പിന്നെ ഫ്രണ്ട്ഷിപ്പ് റീയൂണിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പാട്ട് വീണ്ടും വീണ്ടും പ്ലേ ചെയ്താണ്. അതുകൊണ്ട് ഇറ്റ് ബിക്കേം സോ പോപ്പുലർ ദാറ്റ് ഈവൻ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് വാസ് സോ പോപ്പുലർ ബിക്കോസ് ഐ വാസ് ഇൻ ബോംബെ. സോ എനിക്കത് അറിയില്ലായിരുന്നു ഇത്രയും പോപ്പുലർ ആണെന്നുള്ളത്. സോ ഞാൻ ഇങ്ങനെ ഷോസിനൊക്കെ പോകുമ്പോ, അവിടുത്തെ കോളേജ് ഷോസിന് പോകുമ്പോ അവിടെ they won't know that I sang the song, but then അവിടെ ഈ പാട്ട് പാടൂ എന്ന് റിക്വസ്റ്റ് വരുമ്പോഴായിരുന്നു I actually recognized okay ഈ പാട്ട് അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇറ്റ്സ് എ ഹിറ്റ്. ആൻഡ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ ഇങ്ങനെ റീൽസും അത് ഇതൊക്കെ കാണുമ്പോഴാണ് ദാറ്റ്സ് വെൻ ലൈക്ക് ഈ മ്യൂസിക് എന്ന് പറയുന്നത് ഇറ്റ് നെവർ ഡൈസ്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു സിനിമ നമ്മളൊരു മാക്സിമം ഒരു 15-20 പ്രാവശ്യമൊക്കെ നമ്മൾ കാണുമായിരിക്കും. ബട്ട് ദെൻ സോങ് എന്ന് പറയുമ്പോൾ യു കൈൻഡ് ഓഫ് listen to it again and again and again. And even the current
what do you say, Gen Z audience അടക്കം, they are making reels with this song. So it has kind of, passed from generation to next generation. So like I'm very glad about it and very happy. ജനറേഷണൽ ഗ്യാപ്പ് കുറയ്ക്കുന്ന ഒരു പാട്ടാണ് ഇതെന്നൊക്കെ. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പിള്ളേർക്കും ഒക്കെ ഇഷ്ടമുള്ള പാട്ട്. വെരി ട്രൂ. ഇപ്പം സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോഴും ഈ പാട്ടിന് റിക്വസ്റ്റ് വരാറുണ്ടാവുമല്ലോ. വാട്ട് ഡസ് ഇറ്റ് മേക്ക് യു ഫീൽ ലൈക്ക്? സോ ഞാനിപ്പോ റിക്വസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കാറില്ല, ഞാൻ തന്നെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അങ്ങ് പാടിക്കൊടുക്കുക. ബട്ട് ദെൻ ഇറ്റ്സ് വെരി ഹെവൻലി. ഇറ്റ്സ് ലൈക്ക് പ്യൂർ ബ്ലിസ്. ലൈക്ക് they sing along with you. You need not even ask them to sing. You just show your mic and they'll just start singing. So they know the lyrics by heart more than me. ഞാനടക്കം ഇപ്പോഴും ഇടയ്ക്ക് ലിറിക്സ് തെറ്റിക്കാറുണ്ട്. പക്ഷെ they know the lyrics by heart and more than me. So it's very special when you kind of realize that people are singing your song, and especially when you're doing it live. It's kind of a reciprocation. Like ഞാൻ പാടുന്നു, ഇവര് തിരിച്ച് പാടുന്നു, and then we all sing together. So it's a different kind of a feel. Nice. Okay. അജയ് ശരിക്കും ചെറിയൊരു പ്രായം തൊട്ട് തന്നെ മ്യൂസിക് പഠിച്ചു തുടങ്ങിയ ഒരു മ്യൂസിക് കേട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. ആൻഡ് ഐ ബിലീവ് യുവർ പേരൻസ് ഓൺലി ഡിസ്കവേർഡ് ദാറ്റ് ആ ഒരു മ്യൂസിക്കിനോട് ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്കവർ ചെയ്ത അവരായിരുന്നു. ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ആരുടെ പാട്ടുകളാണ്? Or did you listen to a lot of musicians? It was definitely Dr. KJ Yesudas. Yes. As in top of the mind എന്താ പറയാ, നമ്മള് ആ സമയത്ത് I was in Bombay, but then നമ്മള് വീട്ടില് ഫുൾ ടൈം മലയാളമായിരുന്നു സംസാരിക്കുന്നത്. അച്ഛൻ ഭയങ്കര മ്യൂസിക് ലവർ, അമ്മ മ്യൂസിക് ലവർ. അപ്പൊ അവര് കേട്ടിരുന്ന പാട്ടുകൾ ഇറ്റ് വാസ് ഒരു ക്രോണോളജിക്കൽ യേശുദാസ് സർ പാടിയ പാട്ടുകള്, അത് കഴിഞ്ഞ് പിന്നെ പി ജയചന്ദ്രൻ സാർ, പിന്നെ എം ജി ശ്രീകുമാർ സാർ. സോ അങ്ങനെ ഇവരുടെ പാട്ടുകളാണ് ഞാൻ കേട്ട് വളർന്നത്. And to be very frank, till my 12th or maybe even after 12th, I guess BCom ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് I started listening to other genres and other even international music. Okay. Till then it was all Malayalam, Hindi, Tamil songs I used to listen to. So it's very rooted my എന്റെ ഒരു എന്താ പറയാ മ്യൂസിക്കിനോടുള്ള ടേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കേട്ട് വളർന്നൊക്കെ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ പാട്ടുകളായിരുന്നു കേട്ട് വളർന്നു. So that's what how I grew up. And ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ഇന്റർനാഷണൽ സ്റ്റഫ് ഞാൻ കേട്ടു തുടങ്ങി ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻ ടു കോളേജ് ആൻഡ് സ്റ്റഫ്. അജയ്, ഞാൻ ചോദിക്കട്ടെ, ഈ പഠിക്കുന്ന സമയത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു? ഓർ were you the other one like me? I won't say I was lazy, but then I was not too hard working also. രണ്ടിന്റെയും നടുക്കാൻ I was a mix of both. അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. സ്കൂൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ പാട്ടിനെ എക്സ്പ്ലോർ ചെയ്തൊരു ടൈമും കൂടിയാണ്. കാരണം കുറെ സ്റ്റേജുകളിൽ പാടുന്നു, സ്കൂളിലായാലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കുന്നു. ഡു യു ബിലീവ് ദാറ്റ് അത് കൈൻഡ് ഓഫ് ഗേവ് യു എ ബേസ് ഓർ കൈൻഡ് ഓഫ് സെറ്റ് യു ഫോർ ദ റിയാലിറ്റി ഷോ ദാറ്റ് കെയിം ആഫ്റ്റർവേർഡ്സ്? ഡെഫിനറ്റ്ലി. എന്താ വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് തിങ്, റൈറ്റ്? ലൈക്ക് നമുക്ക് എത്ര നോളജ് ഉണ്ടെങ്കിലും unless and until you have hands-on experience, you won't know how to kind of deliver it when you are performing. As in ingante or reality show like verumbo there's a big difference between somebody who is like doing a live show for the first time and then doing or participating in a reality show after performing in say more than 50-60 stages. Correct. So അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് ദെൻ യു ഓൾസോ ഗെറ്റ് ടു നോ ലൈക്ക് കോമ്പറ്റീഷൻസിൽ പോകുമ്പോ അവിടെയാണല്ലോ നമുക്ക് അറിയാം യു ആർ നോട്ട് ദ only one, അല്ലെങ്കിൽ you are not the only good or the perfect singer. There are many others who are like much better than you. So that നമുക്ക് എന്തെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മാറിക്കിട്ടും. So you are also open to learn more and you are open to kind of exploring ന്യൂ തിങ്സ്. ഇപ്പൊ കോമ്പറ്റീഷനിൽ പോകുമ്പോഴാണ് അവര് പാടുന്ന പാട്ട് ചിലപ്പോ ഞാൻ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല, ഈവൻ ഇഫ് ഇറ്റ്സ് എ ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്, ബട്ട് ദെൻ ഇറ്റ് വിൽ ബി ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ. അപ്പൊ അത് നമ്മുടെ ടീച്ചറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് അത് പഠിക്കാൻ നോക്കും. സോ അങ്ങനെ ഇറ്റ് ഹാസ് റിയലി ഹെൽപ് മീ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ആരായാലും ഏതൊരു ഫീൽഡിലായാലും
only when you kind of, participate without having this feeling of, you have to win this competition. Correct. Or, you only have to kind of, win whatever. It actually really helps anybody and in any field is what I have felt. അത് ഐ വോണ്ട് ഹൈലൈറ്റ് ദാറ്റ് പോയിന്റ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇന്ന് കുറേയധികം കുട്ടികൾ ദേ ബിലീവ് ദേ ഗെറ്റ് സോ സാഡ്. ഓക്കെ, ലൈക്ക് അപ്പൊ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ദേ ഗെറ്റ് സോ അപ്സെറ്റ് അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ ഇറ്റ് അഫക്ട്സ് ദം ഇൻ എ വെരി നെഗറ്റീവ് വേ മെന്റലി ആൻഡ് ഓൾ. പക്ഷേ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് പാർട്ടിസിപ്പേഷൻ ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വിന്നിംഗ് എന്നുള്ളത്. താങ്ക് യു ഫോർ സേയിങ് ദാറ്റ് ഔട്ട് ലൗഡ്. Exactly. പിന്നെ even see, it's okay to get sad and all, but then you can't live in that sadness. Correct, You have to kind of ആ ഒരു മൊമെന്റ് അയ്യോ പോയല്ലോ എന്നുള്ളത്. You can be upset, you can be sad, but then you kind of next time ഞാൻ എന്തായാലും ഇനി കുറച്ചുകൂടി ട്രൈ ചെയ്യും എന്നുള്ളൊരു മോട്ടിവേഷനും കൂടിയിട്ടാണ് ആ ഒരു സാഡ്നെസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. So that's how it has helped me shape my career or whatever, like what I am right now. അമൃത ടിവി സൂപ്പർ സ്റ്റാറിന് മുൻപുള്ള അജയ് സത്യന്റെ ലൈഫും അതിനുശേഷമുള്ള ലൈഫും ഒരു പാട്ടിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ which one would that be? അയ്യോ പെടുത്തിയോ ഞാൻ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടു റിയലി ഞാൻ അതിപ്പോ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാ പാട്ട്? or let's say just സൂപ്പർ സ്റ്റാറിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു പാട്ടിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ I would say Coldplay's Paradise. It's like a dream world that I was living in after Superstar. At least for the 4 to 5 years, as in people recognizing you and you getting to meet your dream composers. Right, you getting to share much more bigger stages with your dream artists. So it was a kind of a dream world. I was living in for that for 4 to 5 years at least. Amazing. ആ ഡ്രീം വേൾഡ് തുടർന്നത് നമുക്ക് നേരെ അവിടുന്ന് ഫസ്റ്റ് റെക്കോർഡിംഗിലേക്ക് പോവാം. സ്റ്റുഡിയോ റെക്കോർഡിംഗ് വാസ് വിത്ത് വിദ്യാജി, ഇഫ് ഐ എം നോട്ട് റോങ്. വാട്ട് വാസ് ദാറ്റ് ലൈക്ക്? അത് എനിക്ക് തോന്നുന്ന മിക്ക മ്യൂസീഷ്യൻസിന്റെയും അല്ലെങ്കിൽ മ്യൂസിക് ലവേഴ്സിന്റെയും ഒരു ഡ്രീം ആയിരിക്കും വിദ്യാജിനെ ഒന്ന് നേരിട്ട് കാണുക. ഇത് ലൈക്ക് യു സാങ് അലോങ് വിത്ത് ഹിം. വാട്ട് വാസ് ദാറ്റ് എക്സ്പീരിയൻസ് ലൈക്ക്? ഞാൻ ആക്ച്വലി എന്റെ ആ ഫസ്റ്റ് റെക്കോർഡിംഗ് ഇസ് ഗോൾഡ് ഓ മറിയ എന്ന പാട്ടായിരുന്നു. ബട്ട് ദെൻ ഐ ഹാഡ് മെറ്റ് വിദ്യാജി ബിഫോർ ദാറ്റ് ഇറ്റ്സെൽഫ്. അത് ഞാൻ സൂപ്പർ സ്റ്റാറിലുള്ള സമയത്ത് തന്നെ ദീപക് ദേവ് സാറ് പറഞ്ഞ് ഞാൻ ഒരു പാട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് എന്നെ വിളിച്ചായിരുന്നു വിദ്യാജിയുടെ സ്റ്റുഡിയോയിൽ. സോ ഐ ഹാഡ് ഓൾറെഡി മെറ്റ് ഹിം, ബട്ട് ദെൻ ദാറ്റ് വാസ് നോട്ട് സോ സക്സസ്ഫുൾ. സോ ഹി സെഡ് നമുക്ക് ഇനിയും കാണാം എന്ന് പറയുമ്പോഴാണ് then I kind of meeting him for this gold recording. So I knew what his style is, അല്ലെങ്കിൽ how his mechanism or teaching is എന്നുള്ളത്. Right. But then knowing the fact that okay, now you're actually going to sing for Vidyasagar ji was very fascinating for me. And അത് മനസ്സിലുണ്ടായിട്ട് I was trying to learn from him and he was kind of teaching the song with his harmonium. So അത് ആദ്യം അത് അങ്ങനെ പഠിപ്പിക്കുമ്പോ we thought it was a melody song, it was some classical oriented song. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. ട്യൂൺ മാത്രമാണ് പുള്ളി ആദ്യം പഠിപ്പിക്കുക, പിന്നെയാണ് ലിറിക്സ് നമുക്ക് തന്നെ. But then the next day when we came to the studio, he played the track. And that's when we realized ഇത് വേറെ തന്നെ ഒരു പെപ്പി സോങ്. ഭയങ്കര ഒരു അടിപൊളി പാട്ടാണ് എന്നുള്ള രീതിയിൽ. So it was a different experience. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫുൾ ടൈം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഈ 5 സിംഗേഴ്സും ഫുൾ ടൈം ഒരുമിച്ച് സ്റ്റുഡിയോയിൽ ആയിരുന്നു നിന്നോണ്ടിരുന്നത്. And then he would say, Ajay, sing this part, Job, sing this part, Sangeet, sing this part. And he'll make us sing the whole song actually. Okay. But then ഇങ്ങനെ കട്ട് ചെയ്ത് ആണ് പാടിച്ചോണ്ടിരുന്നത്. സോ നമ്മള് സ്റ്റുഡിയോയിൽ പാടുമ്പോഴും നമ്മള് സൂപ്പർ സ്റ്റാറിൽ ആക്ച്വലി ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ, ലൈക്ക് ഞങ്ങള് സരേഗാമ എന്ന് പറഞ്ഞ ഒരു പാട്ട് ടോപ്പ് 5 എല്ലാവരും ഞങ്ങൾ കൂടി പാടിയത്. ദാറ്റ്സ് വെൻ കമൽ സർ ആക്ച്വലി പിക്ഡ് us saying you should sing a song for me, you also sing. സോ അതേ സെയിം ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് വിദ്യാജിയുടെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് തോന്നിയത്. ഒരുമിച്ചായിരുന്നു ഞങ്ങള്. And then we are only difference is not a stage, it's a studio. And it's a legend sitting in front of us. Okay. എന്തായാലും ആ പാട്ടിന്റെ മെമ്മറീസ് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ പാട്ടിന് ഒരു 2 വരി പാടിത്തരുമോ? ഇത് നേരത്തെ പറഞ്ഞ പോലെ മെലഡി അല്ലാത്തതുകൊണ്ട് I don't know how it will turn out. Yeah. And it's a full ഒരു 5 പേര് പാടിയുണ്ട്. അത് പ്ലേ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി രസമുണ്ടാവും. I will definitely play that song after this. I promise you I'll play that song. Yeah, 2 lines of that. Okay. Avvanagila 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 Avvanagila
പിക്കാസോ വരഞ്ഞതോ പിക്കോക്കായി പറന്നതോ മായപ്പൂ വിരിഞ്ഞതോ മഞ്ഞൂഞ്ഞാൽ പൊഴിഞ്ഞതോ ഓ മരിയ ഓ മരിയ ഓ മരിയ മരിയ. പ്രയാൻ എന്ന ബാൻഡിനെ കുറിച്ച് പറയാം. യു ഗൈസ് ഹാവ് ബീൻ ടൂറിംഗ് ആൻഡ് റോക്കിംഗ് സ്റ്റേജസ്. ശരിക്കും ഈ നമുക്ക് സ്റ്റേജ് എന്ന ആ ഒരു സംഭവത്തിലേക്ക് വരാം. ചെറിയ പ്രായം തൊട്ട് സ്റ്റേജുകളിൽ പാടുന്നു, പിന്നെ റിയാലിറ്റി ഷോ സ്റ്റേജിൽ പാടുന്നു, ബാക്ക് ടു സ്റ്റേജ് സിംഗിങ്ങിൽ വരുന്ന സമയത്ത് ഇപ്പം ഐ തിങ്ക് ബാൻഡുകൾക്ക് വീണ്ടും വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ട് വരുന്ന ഒരു ടൈമാണ്. ദെർ വാസ് എ ടൈം വെൻ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് little low, പക്ഷെ now it's come back. So as a band singer അല്ലെങ്കിൽ as a band, how does that make you feel? Do you see that അങ്ങനെ ഒരു popularity വീണ്ടും കൂടി വരുന്നുണ്ടോ? As a band, it's again a different experience. You're collaborating with 5 other musicians. So whatever you are coming up with is not only my thinking or my idea. It's like a collective idea. It's a collaborative thing. So again അവിടെ perspectives ആണ് നമുക്ക് കിട്ടുന്നത്. ഓരോ വേറെ സ്റ്റൈലിലുള്ള perspectives കിട്ടും. It's an interesting process, like composition ആയാലും ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ how do we kind of make it sound good and how can we play it live എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കാറ്. So it's an interesting thing, and when it comes to live shows also, like we really have a lot of fun, and it's like a very good experience to kind of perform with your people. Like മറ്റത് പണ്ട് നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ they'll be like ഗാനമേള teams and orchestra people who will invite you to kind of be a part of their show. ഇതെന്ന് പറയുമ്പോ നമ്മള് ഒരുമിച്ച് നമ്മളൊരു ഫാമിലി പോലെയാണ്. ഫുൾ ടൈം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പാടുന്നു, ജാം ചെയ്യുന്നു, and then we go perform in the live stage. So it's a very good experience. It's a learning experience. Again, you get to grow. എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ കാര്യങ്ങളും പുതിയ പാട്ടുകളും നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും എക്സ്പ്ലോർ ചെയ്യാന്. And so it's a good thing, and especially now in Kerala or even in India, ഈ ഒരു independent scene is growing. And I guess after Kappa TV, Music Mojo, a lot of bands have got, like a breaking point for them. And Music Mojo was a good platform for a lot of bands to kind of അതുവരെ ഓർക്കസ്ട്ര ഗാനമേള മാത്രമായിരുന്നു ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബാൻഡ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സോങ്സ് പറയും, they always used to go to western songs, they always used to listen to western bands, right? But then now you have your own band, മലയാളത്തിൽ bands ഉണ്ട്, and definitely Avial was the like front runners in that. അത് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് അറിയില്ല how to explore എന്നുള്ളൊരു സാധനം ആൾക്കാർ. There was no platform where you could come together as a band. But then Music Mojo was a good thing. People started exploring and also finding they were like into knowing new bands and following their music. And then Kerala laga scene full mari, like full colleges ayalum, even ipo Ulsava Parambola ayalum, they are keen to kind of get a band. But then ippudum there is like a lot of change that needs to happen when it comes to listening to music, right? It's not only film music, it's like there are a lot of other stuff also. പണ്ട് സിമ്പിൾ ആണ്, മറ്റേ ആൽബം പാട്ടുകൾ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇപ്പൊ ബാൻഡായിട്ട് ആൾക്കാർ വന്ന് ചെയ്യുന്നത്. റീവർക്ക്ഡ് വേർഷൻ. അതെ അതിന്റെ ഒരു തന്നെയാണ്. But it's like a proper you have live music playing. It's not just you put a karaoke and then you're singing to it. So it's a thing that even people are kind of open to explore, and they also kind of vibe with these new bands and stuff. അജയ്, ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്നത് മേ ബി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് ഇഫ് യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ഒരു റെക്കോർഡിംഗ് ആണോ അതോ ലൈവ് സ്റ്റേജിൽ പാടുന്നതാണോ, ഫോർ ദ ഫീൽ ഓഫ് ഇറ്റ്, വിച്ച് വൺ വുഡ് യു ചൂസ്? For the feel of it, definitely live stage. Okay. But then for you to get there, you also have to kind of go to studio, get experience. That's a studioയില് ഒരു സിനിമയ്ക്ക് പാടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു പേടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. When you kind of meet big music directors you are fan of, and then you get to sing in front of them, അതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മോർ ദാൻ പെർഫോമിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് 1000 people, because it's like just 1000 people, you are not even seeing them. Just ഒരു ഓളത്തിൽ ഇങ്ങനെ ഇത്രയും ആൾക്കാരുണ്ടെന്നുള്ള ഇതാണ്. അപ്പൊ you can be very confident, like no one is going to kind of give an opinion or a feedback for each line you are singing. Like it's like a program എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക്. പക്ഷെ when you go to a recording studio, that's the most difficult and also
ദ മോസ്റ്റ് ഒരു നേർച്ചറിംഗ് എന്ന് പറയില്ലേ, നമുക്ക് ഒരു നേർച്ചർ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് സ്റ്റുഡിയോസ്. Okay. As in, you look into the eye of music directors, they constantly give you feedback, and then that's when you also kind of grow, and those experiences actually help in doing live shows. Amazing. All right. Yeah. Okay. അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ ബാൻഡ് ആയിട്ടുള്ള പെർഫോമൻസിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു പോവാം. അപ്കമിംഗ് ആയിട്ട് നമ്മള് ഇപ്പോ ഞാനും എന്റെ അനിയനും കൂടി ഒരു ടെക്നോ പ്രോജക്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അതല്ലാണ്ട് ഈവൻ ബാൻഡ് ആയിട്ട് വി ആർ ഡൂയിങ് ഫ്യൂ സോങ്സ്. വി ഹാവ് ഓൾറെഡി റിലീസ്ഡ് ഫ്യൂ സോങ്സ്. Okay. We are also looking to get a video done for those songs and put it out there. Okay. Amazing. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ഐ ഹോപ്പ് ഐ ഡിഡ്ന്റ് ബോർ യു. No, it was really exciting. It was a fun conversation. Thank you and thank you for having me in your show. Thank you so much. And all the very best, and എല്ലാ audience-നും എല്ലാ പ്രേക്ഷകർക്കും thank you so much for listening to our music and helping us grow. Of course. Thank you so much and keep giving us such amazing music. Sure. Thank you so much, Ajay. Thank you. All right. അങ്ങനെ ഈ ആഴ്ചത്തെ സ്റ്റാർസ് ഓൺ എയർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു താരവും കുറേയധികം വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചു കേട്ടുമുട്ടാം. Till then, stay happy, stay positive, stay awesome, and stay tuned to Radio Malayalam 98.6, Qatar's #1 radio station.